വ്യാപാര നയതന്ത്ര മേഖലകളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി മോദി ട്രംപ് കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് മുന്നേറുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുമായി സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ്. വിവരങ്ങളുമായി മേഘ PV ചേരുന്നു. മേഘ, വ്യാപാര നയതന്ത്ര മേഖലകളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ടാകും. മോദി ട്രംപ് കൂടിക്കാഴ്ചയിലാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളെല്ലാം ഉണ്ടാവുക. വിവരങ്ങൾ എങ്ങനെയാണ്? വൃന്ദ, വൈറ്റ് ഹൌസിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരും കൂടിക്കാഴ്ചയിൽ മോദിക്കൊപ്പം ഉണ്ടായിരുന്നു. ട്രംപ് വീണ്ടും US പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം ആദ്യ കൂടിക്കാഴ്ചയാണ്, മോദിയുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. ഇന്ത്യയുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴി ആരംഭിക്കുമെന്നാണ് കൂടിക്കാഴ്ചയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. സൈനിക വ്യാപാരം വർദ്ധിപ്പിക്കുമെന്നും F-35 അടക്കമുള്ള വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഈ വർഷം മുതൽ ഇന്ത്യക്ക് കൂടുതൽ ആയുധങ്ങൾ കൈമാറുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ നികുതി തീരുമാനങ്ങളിൽ യാതൊരുവിധ ഇളവിനും തയ്യാറാകാതെയാണ് ട്രംപിന്റെ പ്രസ്താവന ഉണ്ടായത്. നരേന്ദ്രമോദിയും ഇന്ത്യയുമായി നല്ല സൗഹൃദമുണ്ടെങ്കിലും നികുതി തീരുമാനങ്ങളിൽ യാതൊരുവിധ ഇളവും തന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നൊരു കടുത്ത തീരുമാനത്തിൽ തന്നെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോയത്. അമേരിക്കയ്ക്ക് തീരുവ ചുമത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതേ നികുതി ചുമത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത്. വ്യാപാര കാര്യങ്ങളിൽ സഖ്യരാജ്യങ്ങൾ ശത്രു രാജ്യങ്ങളെക്കാൾ മോശമാണെന്ന ഒരു പ്രസ്താവന കൂടി ട്രംപ് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ ഇന്ത്യ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായി വളരെ അടുത്ത സൗഹൃദമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. പക്ഷേ എന്നാലും ഈ നികുതി ഇളവിന്റെ കാര്യങ്ങളിൽ ട്രംപ് വളരെ കർക്കശമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ചയിൽ പെരുമാറിയിരുന്നത്. ഇന്ത്യ എന്തായാലും ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്ന ഒരു കാര്യമാണ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടാതെ മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാവൂർ റാണെ ഇന്ത്യക്ക് കൈമാറും എന്നൊരു പ്രസ്താവന കൂടി ട്രംപ് പറഞ്ഞിരുന്നു. നരേന്ദ്രമോദിയുമായി കൂടാതെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭീകരാക്രമണത്തെ ചെറുക്കാൻ ഇന്ത്യയും അമേരിക്കയും കൂടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപും ഇന്ത്യയും കൂടി പുരോഗതിക്ക് വേണ്ടി, രണ്ട് രാജ്യങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും പറഞ്ഞിരുന്നു. കൂടാതെ ഈ മനുഷ്യക്കടത്ത്, ഈ അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച വളരെ ഒരു സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ചയായിരുന്നു. ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഈ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇങ്ങനെ ഒഴിപ്പിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രധാനമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയിലായിരുന്നു എല്ലാ രാജ്യങ്ങളും ഈ കൂടിക്കാഴ്ച നോക്കിക്കണ്ടിരുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്, അനധികൃത കുടിയേറ്റക്കാർക്ക് ആ രാജ്യത്ത്, ഇപ്പോൾ അമേരിക്ക ആണെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും അവിടെ തങ്ങാനുള്ള അവകാശമില്ല, അവരെ തിരിച്ചയക്കുക തന്നെ വേണം എന്നൊരു രീതിയിലാണ് നരേന്ദ്രമോദിയിൽ നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നത്. കൂടാതെ അമേരിക്കയിൽ നിന്നും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ത്യ വാങ്ങുമെന്നും നരേന്ദ്രമോദി പറയുന്നു. പിന്നെ മനുഷ്യക്കടത്തിനെതിരെ ആഗോളതലത്തിൽ നീക്കം വേണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കൂടാതെ ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ അനുമോദിച്ചിരുന്നു. ഞാനും മോദിയും ഉറ്റ സുഹൃത്തുക്കളാണെന്നും 4 വർഷവുമായി സൗഹൃദം നിലനിർത്തി പോകുന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാലും ഈ നികുതി കാര്യങ്ങളിൽ യാതൊരുവിധ ഇളവും ട്രംപിന്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നൊരു കാര്യം കൂടി വ്യക്തമാകുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച. എന്താ മേഘ, അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ ഉച്ചകോടിയിലടക്കം, ക്വാഡ് ഉച്ചകോടിയിലടക്കം ട്രംപിനെ മോദി ക്ഷണിച്ചിരിക്കും. അതോടൊപ്പം തന്നെ ഈ അനധികൃത കുടിയേറ്റക്കാരെ ഈ വർഷം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുന്ന ആ ഒരു നിലപാടിലും ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കും അല്ലേ? തീർച്ചയായും അനധികൃത കുടിയേറ്റക്കാർക്ക് എന്തായാലും ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് തന്നെ അമേരിക്ക അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നയങ്ങൾ ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അനധികൃത കുടിയേറ്റക്കാരെ ധാതു രാജ്യങ്ങളിൽ തന്നെ തിരിച്ചയക്കുന്ന നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൽ ഒന്നും കൂടി ഇപ്പോൾ മോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലും സംസാരിക്കും അങ്ങനത്തെ രീതിയിലൊന്നുമല്ല. മോദിയും പറഞ്ഞൊരു കാര്യം, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം, അനധികൃതമായി ഏത് രാജ്യത്തും കുടിയേറി താമസിക്കുന്നവർക്ക് അവിടെ തങ്ങാനുള്ള അവകാശമില്ല, അവരെ തിരിച്ചയക്കുക തന്നെയാണ് വേണ്ടത് എന്ന തീരുമാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഒന്നും കൂടി ശക്തമാകും ഇങ്ങനെ അനധികൃതമായി അമേരിക്കയിൽ കുടിയേറിയ ആൾക്കാർ തിരിച്ചയക്കുന്ന ഒരു കാര്യത്തിൽ.